ഷാജിയച്ച, അച്ഛനോടും ഷാലോം പ്രേക്ഷകരോടും വീണ്ടും വർത്തമാനം പറയാനായിട്ട് ദൈവം ഒരവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. അച്ഛൻ്റെ മാതാവിൻ്റെ പാട്ടുകൾ ഒരു തവണ നമ്മൾ ഒരുമിച്ച് വർത്തമാനം പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് വീണ്ടും ഒരു മാതാവിൻ്റെ പാട്ട് മനസ്സിലേക്ക് വരികയാണ്. അച്ഛൻ്റെ ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യസ്നേഹത്തിൻ്റെ അമ്മേ, ആ പാട്ട് ആദ്യത്തെ 4 വരി ഒന്ന് പാടിക്കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ബോണി പാടുന്നത് സന്തോഷമാണ് എനിക്ക് പാടി തുടങ്ങുന്നത്. എന്നെ ബോണിയെങ്കിലും ഒരു പാട്ടുകാരനായിട്ട് അംഗീകരിച്ചല്ലോ എന്ന് ഓർത്തപ്പം സന്തോഷമാണ്. എൻ്റെ ശബ്ദം സത്യത്തിൽ പാടാൻ അത്ര നല്ലതല്ല. ഒരു അടവ്, ചിലപ്പോൾ ഒരു സ്ക്രാച്ച്, അതൊക്കെ ഈ പാക്കേജിലുള്ളതാണ് കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, ബോണി ഈ പാട്ട് ഏറ്റവും സിമ്പിളായതുകൊണ്ട് ഞാൻ തന്നെ പാടിയേക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ഞാൻ വേറൊരർത്ഥത്തിൽ പറയുന്നല്ല, കടുത്ത പാട്ടുകൾ പാടി ഒപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ തന്നെ പാടിയിരിക്കുന്നത്. ഒരു ദിവസം ചുമ്മാ തോന്നി, ഇങ്ങനെ സിമ്പിളൊരു പാട്ട്, ഒരു ആരാധന. നമ്മൾ അന്ന് പറഞ്ഞതുപോലെ കഴിയുന്നിടത്തോളം എൻ്റെ മനസ്സിലിങ്ങനെ വരും, ആരാധന, യഥാർത്ഥ സ്വർഗീയ ആരാധന മറിയമായിരിക്കും അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാവേണ്ടത്. രക്ഷയുടെ കുഞ്ഞാടിനെ അമ്മ അവിടെ ആരാധിക്കണം എന്നൊരു ചിന്ത വന്നിട്ട്, ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യസ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. ആരാധന ആരാധന പാടാം, ആരാധന 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 പാടാം, ആരാധന ആരാധന.
ഉരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിന്റെ ഭാഗമാം ശീലങ്ങളെ കഴുകി എന്നെ പുതുപുത്തനാക്കി അൾത്താരയിലെത്തിക്കണേ. ആരാധന ആരാധന പാടാം ആരാധന 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 പാടാം ആരാധന ആരാധന. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കേകുന്നു നിന്റെ മുൻപിൽ. കാനായ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യസ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. ആരാധന ആരാധന പാടാം ആരാധന 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 പാടാം ആരാധന ആരാധന. അച്ഛാ, അതിൻ്റെ അനുപല്ലവിയിൽ വളരെ നല്ലൊരു ഭാവനയുള്ള വരി ശ്രദ്ധിച്ചു. ഉരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിൻ്റെ ഭാഗമാം ശീലങ്ങളെ കഴുകി എന്നെ പുതുപുത്തനാക്കി മാറ്റണമേ എന്നുള്ള അങ്ങനെ ഒരു ഭാവന, അങ്ങനെ ഒരു വരി എഴുതാനായിട്ട് അച്ഛനെ പ്രേരിപ്പിച്ചത് എന്താണ്? സത്യത്തിൽ എൻ്റെ എഴുത്തിനെ, ഞാൻ എഴുതിയതിനെക്കുറിച്ച് എനിക്ക് പരസ്യമായി പറയുന്നതിനൊരു മടിയില്ല. എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നവർ, വിമർശിക്കുന്നവർ, നന്നായിട്ട് വിമർശിക്കുന്നവരും മോശമായിട്ട് വിമർശിക്കുന്നവരും പറയാറുണ്ട്, ഇയാളുടെ വരികളിൽ നോക്കിയാൽ ഇയാളുടെ ജീവിതം അറിയാമെന്ന്. എനിക്കത് പറയുന്നതിന് മടി തോന്നിയിട്ടില്ല. ശരിക്കും നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഒരു സെക്കൻഡ്, രണ്ടാമതൊരു തൊലി പോലെ, ഒരു സെക്കൻഡ് സ്കിൻ പോലെ ചില സാലിയൻ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. അതിപ്പം നമ്മളിപ്പോൾ മേക്കപ്പ് ഇട്ട് ഈ ടി വിയുടെ മുമ്പിൽ ഇരുന്ന് ചമഞ്ഞാലും മറഞ്ഞാലും തിരിഞ്ഞാലും ചിരിച്ചാലും മനുഷ്യർക്ക് കാണുമ്പോൾ അറിയാം. പണ്ടൊക്കെ ആയിരുന്നു തന്ത്രങ്ങളൊക്കെ ഇറക്കി ഈ മനുഷ്യരെ പറ്റിക്കുന്നത്. ഞാനതുകൊണ്ട് സന്തോഷിക്കാറുണ്ട്. എൻ്റെ വരികളിൽ എൻ്റെ ഹൃദയം തന്നെ. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എന്നെ ഭാരപ്പെടുത്തിയ
ഉരിഞ്ഞു പോരാത്ത ഈ ഇറുകിയ വസ്ത്രമില്ലേ, അത് ഊരിയെടുക്കാൻ ഭയങ്കര പാടല്ലേ. എന്തൊരു കഷ്ടപ്പാടാണ് ഇറുകിയ വസ്ത്രം ഊരിയെടുക്കാൻ. അല്ലെങ്കിൽ ഒരു തൊലിയുടെ അടിയിൽ ഒരു രണ്ടാമത്തെ തൊലി ഉണ്ടെങ്കിൽ ആ തൊലി ഓൾമോസ്റ്റ് സോ ഫിറ്റ് ടു അവർ ബോഡി, അത് ഉരിഞ്ഞു മാറ്റാൻ എളുപ്പമൊന്നുമല്ല. അങ്ങനത്തെ ചില ശീലങ്ങളുണ്ട്, ചെറുതായിരിക്കാം വലുതായിരിക്കാം. ഞാൻ ഇവിടെ പരിശുദ്ധമ്മയുടെ ഒരു സഹായം ബലമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക. അതെന്തുകൊണ്ടാണെന്ന് അതൊരു വെറുതെ അങ്ങ് പ്രതീക്ഷിക്കുന്നതല്ല കേട്ടോ. എനിക്ക് ഇപ്പോൾ അച്ഛനും ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മോള് എൻ്റെ അടുത്ത് വന്നിട്ട് പപ്പ എനിക്കിതൊന്നു ഈ ഡ്രസ്സൊന്ന് ഊരാൻ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന്. അപ്പോൾ വൈഫ് ഇടയ്ക്ക് പറയാറുണ്ട്, നിനക്ക് ഒറ്റയ്ക്ക് ഊരിയതൊന്ന് പഠിച്ചൂടെ? അപ്പോൾ അവൾ പറയാം, എനിക്ക് പറ്റണില്ല. ഇട്ടത് നീ തന്നെയല്ലേ? അതെ അതെ അതെ, അത് ഇട്ടത് നമ്മൾ, ഈ ശീലം നമ്മൾ തന്നെ ഇട്ടുണ്ടാക്കിയതാ. അപ്പോൾ നമുക്ക് ഊരാൻ ബുദ്ധിമുട്ടായിരിക്കും. അന്ന് ചിലപ്പോൾ ആ വസ്ത്രം നമ്മളായിരിക്കും അണിഞ്ഞിരിക്കുന്നത്. ഈ ശീലം അണിഞ്ഞിരിക്കുന്നത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ശീലങ്ങളാണ്. അത് ചെറുതാകാം വലുതാകാം, പക്ഷെ തിരിച്ചൊന്ന് വേണ്ട. ഇതിൽ പരിശുദ്ധമ്മയെ കൊണ്ടുവച്ച എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാനായിലെ വചനം വായിക്കുമ്പോഴേ എനിക്കൊരു ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട്. ഈ വീട്ടിൽ ശരിക്കും വീട്ടുടമസ്ഥൻ നന്നായിട്ട് ഒരുങ്ങി കാണുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എത്ര പേര് വരും, അവിടുന്ന് വരും, ഹെബ്രോൺ തീരത്ത് നിന്ന് ഇത്ര പേര് വരും, ഗദറായ പ്രദേശത്ത് നിന്ന് ഇത്ര പേര് വരും. എന്നിട്ട് അവിടെ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് വീഞ്ഞ് തീർന്നു പോയി. സ്വാഭാവികമായിട്ടും ബോണി ഒന്ന് ഓർത്ത് നോക്കി, നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെ അന്ന് കുടുംബനാഥനും അതിഥിയും കൂടെ കുടുംബനാഥനകത്തിരുന്നുകൊണ്ട് ഒരാളോട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ ആ കല്യാണം നടക്കുമ്പോൾ? ഓടി നടക്കുക. അയ്യോ വീഞ്ഞ് തീർത്തിയോ, ചാറ് കിട്ടിയോ, മോര് കിട്ടിയോ, അച്ചാറ് കിട്ടിയോ, പപ്പടം കിട്ടിയോ എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുകയല്ലേ. അപ്പോൾ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ ആദ്യം അറിയേണ്ട ആരാ? ഇദ്ദേഹമാണ് അറിയേണ്ടത്. കുടുംബനാഥനല്ലേ? സംശയമുണ്ടോ? ഇല്ല. അയാളുടെ മൂക്കിൻ്റെ താഴെ കണ്ണിൻ്റെ മുമ്പിൽ വീഞ്ഞ് തീർന്നു പോയിട്ട് അദ്ദേഹമല്ല മറിയമാണ് കണ്ടതെന്ന് യോഹന്നാൻ പറയുമ്പം നമ്മുടെ ചില കുറവുകൾ നമുക്ക് കാണാൻ പറ്റാത്തത്, അഥവാ കണ്ടാൽ തന്നെ തിരുത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ അറിയാൻ വൈകിപ്പോകുന്നത്, അത് മറിയത്തിന് അവിടെ ഒരു മേൽക്കൈ ഉണ്ടെന്ന് എൻ്റെ ഉള്ളങ്ങ് പറയുക. എന്നറിയാവോ, നമ്മൾ മറിയത്തെ നിത്യസഹായി എന്നല്ലേ വിളിക്കുന്നത്? നിത്യസഹായ മാതേ അല്ലേ? അവിടെ ഒരു ഒറ്റയാണ് ഹെൽപ്പറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്, നമ്മുടെ ഫുൾ ടൈം ഹെൽപ്പർ. അപ്പോൾ എനിക്കത് സന്തോഷമായിട്ട് തോന്നി. അതായത് ചിലപ്പോൾ ഞാനിപ്പം കുറച്ച് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, ബോണി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. സാധാരണഗതിയിൽ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മുടെ കൂടെയുള്ളവരോ നമ്മുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങിയവരോ നല്ലതല്ലാതെ നമ്മളോട് പൊതുവെ ഒത്തിരി മോശം പറയാറുണ്ടോ? പൊതുവെ നമ്മളോട് നല്ലത് പറഞ്ഞ് നല്ല ധ്യാനമായിരുന്നു ബോണിയുടെ അല്ലേ. നമ്മളെ സത്യത്തിൽ ഹൃദയം കൊണ്ട് തിരുത്താൻ ആളുകളില്ല. നമ്മുടെ ചില കുറവുകൾ, നമ്മളങ്ങനെ വചനം പ്രസംഗിച്ച സൗഖ്യവും കിട്ടി ആനന്ദിച്ച് വേറൊരു ലോകത്താണ്. നമ്മുടെ ചില കുറവുകൾ നമുക്ക് തിരുത്താനും പറ്റിയിട്ടില്ല, എന്തൊക്കെയോ തിരുത്താനുണ്ടെന്നറിയാം, പക്ഷേ അതൊട്ട് തിരുത്താനോട്ട് ശ്രമിക്കാനും പറ്റുന്നില്ല. ചിലത് ശ്രമിച്ചാലും നടക്കുന്നില്ല, പറ്റാറില്ല. അവിടെ മറിയം ഒരു സഹായമാണെന്ന് ഒരു ബോധ്യം തോന്നി. ഈ വരി എഴുതുമ്പം ഇതിങ്ങനെ തന്നെ എഴുതാനായിട്ടൊരു ഒരു സുവിശേഷകൻ്റെ പ്രസംഗം എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണ്, അത് പി ജെ ആൻ്റണി മറ്റോ ഡിവൈനിൽ പണ്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട പി ജെ ആൻ്റണി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അനുഭവമായിട്ട് എൻ്റെ ഓർമ്മ അദ്ദേഹം തന്നെയാണോ എന്നെനിക്ക് ഓർമ്മയില്ല. കാര്യം ഇതാണ്, അദ്ദേഹം ഒരിക്കലും അങ്ങാണ്ട് പാസിംഗ് ആയിട്ട് പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ കഥ ഒരു വല്ലാത്ത എഫക്റ്റായിപ്പോയി. ആ സംഭവം ഇതാണ്, നമ്മുടെ കോഴിക്കോട് തീരത്ത് ഒരു കൊച്ചു പയ്യനെ അമ്മയിട്ട് ഓടിക്കുക. അപ്പോൾ 9-10 വയസ്സുള്ളൊരു കുഞ്ഞാണേ. അപ്പോൾ ഇവനെ അമ്മയിട്ട് ഓടിക്കുന്നു. കാണുന്ന ഒരാളുടെ ഈ തള്ളയ്ക്ക് തന്നെ വട്ടാണോ, കാരണം ഈ കൊച്ചിനെ ഇട്ട് ഓടിക്കുക. ചെറുക്കൻ തീപ്പൊരി ഓട്ടോ കയ്യിലെന്തോ പിടിച്ചിട്ടുണ്ട്. വല്ലോ വീട്ടിലെ വല്ലോ ലഡുവോ അമ്മ അടച്ചു വെച്ചിരുന്ന ഡെപ്പിയിൽ നിന്നോ കുപ്പിയിൽ നിന്നോ ഭരണിയിൽ നിന്നോ അവലോസ് പൊടിയോ ജിലേബി തുണ്ടോ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഇവനിതും പിടിച്ചുകൊണ്ട് ഓട്ടൊക്കെ പിടിച്ചോടുന്നു. തള്ള പുറകെ ആൾക്കാരല്ല ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നാണക്കേടല്ലേ. ചെറുക്കൻ ഷൈനി വിൽസനെ പോലെ ഓടുന്നു, തള്ള പി ടി ഉഷയെ പോലെ ഓടുന്നു, ഭയങ്കര ഓട്ടം. ഓടിയിട്ട് ഈ കുഞ്ഞ് മറിഞ്ഞ് വീഴുമ്പം അമ്മ ഇവൻ്റെ പുറത്തോട്ട് വീണ് ശരിക്കും പറഞ്ഞാൽ മല്ലയുദ്ധം നടത്തി ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് എന്തോ എടുത്ത് കടലിലേക്ക് വലിച്ചെറിയുക. അപ്പോൾ കണ്ടു നിന്ന മനുഷ്യരെല്ലാം ചോദിച്ചു, സഹോദരി നിനക്ക് ഭ്രാന്തുണ്ടോ? നിൻ്റെ കുഞ്ഞ് ചിലപ്പോൾ മോഷ്ടിച്ച് കാണും. ആ കൊച്ചു പ്രായമല്ലേ, അവനെ തിരുത്തിയെടുക്കുക, അവൻ തിന്നട്ടെ. ഇതിവിടം പോലെ ഓടിച്ച് ഈ കടലത്തീരത്ത് ഇവനെ കഷ്ടപ്പെടുത്തി ഇത് വലിച്ചെറിയേണ്ട കാര്യമുണ്ടോ? അപ്പം ഈ അമ്മ
ഈ മണ്ണിൽ വീണ് എണീറ്റ് ഇവളീ ദേഹത്ത് പറ്റിയ വേർപ്പിലൊക്കെ മണ്ണൊട്ടിപ്പിടിച്ച് എനിക്കതിങ്ങനെ കാണും. ഞാനതിങ്ങനെ മുടിയെല്ലാം അഴിച്ചിട്ട് ഇവളിങ്ങനെ കണ്ണുനീര് തുളുമ്പി വരുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അവളിങ്ങനെ വിതുമ്പിയിട്ട് ആ നാട്ടുകാരോട് പറയുകയാണ്, നാട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനോട് അലിവ് തോന്നിയല്ലേ, എൻ്റെ ചോരയുടെ ചോരയും മാംസത്തിൻ്റെ മാംസവും എൻ്റെ മുത്ത്, ഞാനിവന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആളുകൾ വെച്ച് പിന്നെ നീ കൊച്ചുകൊണ്ട് ഈ പരാക്രമം കാണിച്ച് എന്തിനാ? അപ്പോൾ ഈ അമ്മ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കുഞ്ഞവൻ എൻ്റെ ജീവനാണ്, ഞാൻ അവന് വേണ്ടിയാണ് ജീവിച്ചത്. പക്ഷേ എൻ്റെ കുഞ്ഞിന് ഏതാണ്ട് 2 വയസ്സുള്ളപ്പോൾ തൊട്ട് അവനെ സമയം കിട്ടിയാൽ ഞാനങ്ങാനൊന്ന് മാറിയാൽ അടുപ്പിൽ വന്നിട്ട് മൂത്രം ഒഴിക്കും, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കും, എന്നിട്ട് ഈ കനൽ കെടുത്തി കളയും, എന്നിട്ട് കരിക്കട്ട എടുത്ത് കൈ വയ്ക്കും. അപ്പം അന്ന് കുഞ്ഞു പ്രായമാണ്, അവൻ അറിയത്തില്ല. എന്നാലും അവൻ ഈ കരിക്കട്ട, ഈ മുല്ലമുട്ട് പോലത്തെ പല്ല് വരുമ്പോൾ എൻ്റെ കുഞ്ഞ് കരിക്കട്ട തിന്നും. ഞാൻ തട്ടിക്കളഞ്ഞിട്ടുണ്ട്, എൻ്റെ മുത്തേ ചക്കരയെ കൂട്ടാ, ചക്കരയെ കുരു, എൻ്റെ ദൈവം ഇത് മോശമല്ലടാ മോനെ, മുത്തേ ചക്കരയല്ലേ എൻ്റെ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്നവൻ അറിയത്തില്ല. പക്ഷെ ഇന്ന് എൻ്റെ കുഞ്ഞിന് 10-11 വയസ്സായി. അവന് നന്നായിട്ടറിയാം ഇത് കരിക്കട്ടയാണ്, ഇത് ജിലേബിയല്ല, ഇത് വയറിന് നല്ലതല്ല, കയ്പ്പാണ്, കമർപ്പാണ്, ചവർപ്പാണ്, ഒക്കാനം വരുത്തും, അൾസർ ഉണ്ടാക്കാം, എല്ലാം എൻ്റെ കുഞ്ഞിനറിയാം. പക്ഷേ കണ്ണ് തെറ്റിയാൽ എൻ്റെ കുഞ്ഞ് കരിക്കട്ട തിന്നും. ഈ സംഭവം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് തുളുമ്പിയിട്ടുണ്ട്. അതായത് അവനറിയാം ഇത് കരിക്കട്ടയാണെന്ന്, തിന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് പറയാം. പക്ഷേ ഇവന് ബോധപൂർവം ഈ കരിക്കട്ട വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ ബോണി ഇപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ കൊണ്ട് ചക്കരയുടെ പൊന്നുമോനെ നീ മിടുക്കനാണല്ലോടാ, എന്നാ ബോണിച്ചേട്ടൻ നിനക്കൊരു 2 കിലോ ലഡു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മുഖം തിരിച്ച് അവനവൻ്റെ പാട്ടിന് പോവും. കരിക്കട്ട ഉണ്ടോയെന്ന് ചോദിക്കും. അവന് കരിക്കട്ട തിന്നുന്നത് ഒരു സുഖമാണ്. ലഡുവിൻ്റെ മധുരമോ ജിലേബിയുടെ സുഖമോ ഒന്നും അവന് കിട്ടുന്നില്ല. അത്രമാത്രം ആ കരിക്കട്ട ഒരു സാലിയൻ്റ് ഫീച്ചറായി. ഈ കുഞ്ഞിന് ഇതിന് മാറ്റാൻ പറ്റില്ല, കാരണം അവൻ്റെ ബോധ മനസ്സവിടെ ഉറച്ചുപോയി. അതുകൊണ്ട് ബോധത്തോടെ ഇവൻ 20 വയസ്സായാലും എൻ്റെ ദൈവമേ കരിക്കട്ട തിന്നുന്ന എൻ്റെ ശീലം എടുത്ത് മാറ്റിക്കളയണമേ എന്ന് പറയാൻ പോലും പറ്റത്തില്ല. ഞാൻ ശുശ്രൂഷ ചെയ്തപ്പം ഒരു ഹ്യൂമനിസ്റ്റ് എന്ന അർത്ഥത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ ഞാനും ഓർക്കാറുണ്ട്, ദൈവമേ നമ്മൾ കൈ നീട്ടിയപ്പോൾ ആൾക്കാർ സൗഖ്യം കിട്ടിയെന്ന് പറയുന്നു, നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചപ്പോൾ ആൾക്കാർ അവിടുന്ന് വിളിച്ച് പറയുന്നു, അച്ഛാ അയ്യോ അച്ഛാ വലിയ നന്ദി, ഞങ്ങൾക്ക് സൗഖ്യം കിട്ടി, സുഖം കിട്ടി, നന്ദി. ഞാൻ പറയും, എന്നോട് നിങ്ങൾ നന്ദി പറയണ്ട. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ പറയും, ദൈവമേ 1 മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളൂ, അവിടെയൊക്കെ സൗഖ്യം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇനി എവിടെയൊക്കെയോ എന്തൊക്കെയോ എത്രയോ മേഖലകളിൽ നമ്മൾ തിരുത്തപ്പെടാൻ കിടക്കുന്നു. നമ്മൾ ഈ സുവിശേഷ ശുശ്രൂഷയുടെ മേഖലയിൽ കാണിച്ചത് ഇപ്പോഴും പൂർണ്ണതയല്ലല്ലോ. ഇപ്പോഴും നമുക്ക് ഉരിഞ്ഞങ്ങോട്ട് മാറ്റാൻ പറ്റാത്ത ചില കരിക്കട്ടകൾ, ഒരു ഉടുവസ്ത്രം ഇറുകിപ്പിടിച്ചതുപോലെ നമ്മളിങ്ങനെ സത്യത്തിൽ ഇങ്ങനെ ഇപ്പോഴും ഉള്ളിനകത്ത്, ഇപ്പം ഞാനിങ്ങനെ വെള്ളമായിട്ടിരിക്കുന്നല്ലേ, അപ്പം എൻ്റെ ഒരു കരിക്കട്ട ചിലപ്പം മറിഞ്ഞിരിപ്പുണ്ട്. അപ്പം ഞാനത് ബോധ്യപ്പെടണമല്ലോ. ഇങ്ങനെ അമ്മയ്ക്ക് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ കൊടുത്തതിൻ്റെ ഒരു ഭാഗമാണ് ഒരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിൻ്റെ ഭാഗമാം ശീലങ്ങളെ കഴുകിയെന്നെ പുതുപുത്തനാക്കി അൾത്താരയിൽ എത്തിക്കണേ. സത്യത്തിൽ എൻ്റെ ആത്മാവ് പാടിയതാണ്. എനിക്കത് പാടുമ്പം ഒരാളിനോട് ചോദിക്കുക, കുറേ കരിക്കട്ടകളൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചാൽ സന്തോഷമേ ഉണ്ട് പറയാൻ. എനിക്ക് കരിക്കട്ടകൾ ഉണ്ടായിരുന്നു, ഇനിയും കരിക്കട്ടകൾ ബാക്കിയുണ്ട്. എൻ്റെ അമ്മ നിത്യസഹായിയായ എൻ്റെ അമ്മ കന്യക മറിയം, അവൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് എനിക്ക് വേണ്ടി, എൻ്റെ അമ്മ ഇങ്ങനെ കാത്തിരുന്ന പോലെ ഉമ്മറപ്പടിയിൽ കാത്തിരുന്നത് പോലെ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു ബലമുണ്ട്. മാതാവ് പോയി കരയുന്നെന്നോ കണ്ണീരൊഴുക്കുന്നൊക്കെ ഞാൻ ചുമ്മാ പൊട്ടത്തരം പറയല്ല. അമ്മയുടെ ഒരു മാധ്യസ്ഥ്യം എനിക്ക് ബലമാണ്, നിങ്ങൾക്ക് ബലമാണ്, നമുക്കെല്ലാം ബലമാണ്. അച്ഛൻ ആ കോഴിക്കോടത്തെ ആ സംഭവം പറഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി അച്ഛൻ്റെ ആ ഭാവനയിൽ എന്തുകൊണ്ട് ഈ വരികൾ ഉണ്ടായി എന്ന് ശരിക്കും മനസ്സിലാവുന്നത്. അച്ഛൻ ഒന്നുകൂടി ഒന്ന് ആ 4 വരി പാടാവോ? ഉരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിൻ്റെ ഭാഗമാം ശീലങ്ങളെ കഴുകിയെന്നെ പുതുപുത്തനാക്കി അൾത്താരയിൽ എത്തിക്കണേ. വിശുദ്ധമാക്കി നമ്മുടെ ജീവിതങ്ങളെ അൾത്താരയുടെ മുമ്പിൽ എത്തിക്കാൻ
മാതാവാണ് ഏറ്റവും പറ്റിയ ഒരാൾ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, പണ്ട് ശുശ്രൂഷകൾ വരുമ്പോൾ ആദ്യം കുത്തിയിരുന്ന് ഫോൺ വിളിക്കും. അമല ചേച്ചി, എൻ്റെ ഒരു ശുശ്രൂഷ വരുന്നുണ്ട് കേട്ടോ, ഉറക്ക വിളിച്ചാണെങ്കിലും കാണണേ, അഭിപ്രായം പറയണേ കുട്ടി. ഇതെല്ലാം നമ്മുടെ ഇങ്ങനെ ചിലപ്പോൾ ഇതായിരിക്കും ഒരാളുടെ കൊച്ചംഗീകാരമുഖം. ചിലർക്ക് ശുശ്രൂഷകൾക്ക് പണം കിട്ടണമെന്നുള്ളതായിരിക്കും, ഒന്നാന്തര ശുശ്രൂഷയായിരിക്കും. അത് കഴിയുമ്പോൾ പണമെങ്ങാനും കുറഞ്ഞാൽ അവിടെ വേറെ സംഭവങ്ങളായി. അതൊരു കുടവാണ്. അത് കുടവാണ്. ചിലർക്ക് സഹശുശ്രൂഷകരോട് ഭയങ്കര രംഗത്തൊക്കെ ഭയങ്കര ചിരി, തുള്ളലയോ, അഭിഷേകത്തിൻ്റെ സഹശുശ്രൂഷയുടെ പിന്നാമ്പുറത്ത് നിന്ന് നോക്കണം, അവിടെ കരച്ചിലും പല്ലുകടിയായിരിക്കും. ഇതായിരിക്കും കുടം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റും. മേക്കപ്പൊക്കെ ഇട്ട് ചിലപ്പോൾ നിന്നുള്ള ഭയങ്കര സ്തുതിപ്പും ആനന്ദമായിരിക്കും, ചിലപ്പോൾ ഉള്ളിൽ കലർപ്പായിരിക്കും. അങ്ങനെ എന്തെല്ലാം കുടങ്ങൾ കിടക്കുന്നു. ചിലപ്പോൾ ശരീരത്തിൻ്റെ അശുദ്ധിയായിരിക്കും, എന്തെല്ലാം കുടങ്ങൾ കിടക്കുന്നു. ചിലപ്പം കൂടെയുള്ള ഒരാളെ അനുസരിക്കാൻ പറ്റാത്തതായിരിക്കും. ഒക്കെ അത്ഭുതം ഉണ്ടെന്നേ, പ്രാർത്ഥിച്ചത് അത്ഭുതം നടന്നിട്ടുമുണ്ട്. സപ്ലിമെൻ്റൊക്കെ എൻ്റെ പേര് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ മറ്റൊരു സപ്ലിമെൻ്റ് ഉണ്ട്, അതൊരു കുടവാണ്. എൻ്റെ എറ്റേണൽ സപ്ലിമെൻ്റാണ് എൻ്റെ കുടവും എൻ്റെ കരിക്കട്ടയും. പത്രത്തിൽ ഒരിക്കലേ സപ്ലിമെൻ്റ് വന്നിട്ടുള്ളൂ എന്ന് ഞാൻ മറക്കരുത്. ഓ, എനിക്ക് അച്ഛനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തോന്നുമായിരുന്നു, എല്ലാവരുടെ ഉള്ളിലും ഈ കരിക്കട്ടയും കുടവും ഉണ്ട്, പക്ഷെ അത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവനവന് തന്നെ വെളിപ്പെടും അല്ലേ കുറേയൊക്കെ. തീർച്ചയായിട്ടും. ഇവിടെയാണ് പരിശുദ്ധമ്മയോട് സഹായം കൂടെ ചോദിച്ച് നമ്മളിരുന്നാൽ, നമ്മുടെ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന പോലെ, മകനെ നിൻ്റെ കുറവിതാണ്. അമ്മ അതിനുവേണ്ടി അത് ഭക്തിയായിട്ട് ഒരു കൊച്ചു ഭക്തി പറയല്ലേ ഞാൻ, മറിയം നമ്മളെ സഹായിച്ചു തരും, വെളിപ്പെടുത്തി തരും. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിൻ്റെ മുമ്പിൽ, കാനായിൽ കനിവാർന്ന നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മറിയം അത് ചെയ്യും ബോണി, അത് മറിയം ചെയ്യുമെന്നുള്ളതിന് കൃത്യമായിട്ട് എൻ്റെ ജീവിതം ഞാൻ എടുക്കുമ്പം കൃത്യമായ ഉറപ്പാണത്. അമ്മ കാനായിൽ നിന്ന ഒരു മാധ്യസ്ഥം. ഈ ചരണത്തിലെ ആദ്യ വരി ഉണ്ടല്ലോ, കണ്ണീര് തോരാത്ത ജീവിതങ്ങൾ. അച്ഛനത് പാടുമ്പോൾ എൻ്റെ മനസ്സിൽ വരികയായിരുന്നു, ഈ ഉള്ളിലെ കുടവും കരിക്കട്ടയും തിരിച്ചറിയുമ്പോൾ കണ്ണീര് തോരില്ല. അയാൾക്ക് കരയാനേ ഉള്ളൂ. അതൊരു നിരാശയുടെ കരച്ചിലല്ല. ഞാൻ ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിക്കാൻ ഞാൻ ആരാണ് എന്നീശോ എന്ന് ബഹുമാനപ്പെട്ട പാട്ടുകാരൻ പണ്ട് ചോദിച്ചതുപോലെ, ഈ കുറവുള്ള എന്നെയാണല്ലോ നീ ഇത്ര സ്നേഹിച്ചത്. അതൊരു ആനന്ദത്തിൻ്റെ കരച്ചിലാണ്. സത്യത്തിൽ ആ ഒരു കരച്ചിലില്ലാതെ സുവിശേഷം പറഞ്ഞിട്ടും പ്രസംഗിച്ചിട്ടും കേട്ടിട്ടുമൊക്കെ എന്നാ കാര്യമാണ് അല്ലേ ബോണി? തീർച്ചയായിട്ടും. അച്ഛാ, അപ്പോൾ മാതാവ് നമ്മുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കരിക്കട്ടയും കുടവും എല്ലാം വെളിപ്പെടുന്നു. മാതാവ് തന്നെ നമ്മുടെ കണ്ണീര് തുടക്കുന്നു. കരിക്കട്ട ഇങ്ങനെ എടുത്ത് തട്ടി കളയുന്നപ്പം നമ്മൾ പറയും, ഇപ്പം വേണോ ആ കരിക്കട്ട എനിക്കൊരു സുഖമായിരുന്നു. അപ്പോൾ പറയും, മോനെ നിനക്കത് ദോഷമാണ്. പിന്നെ ഊരാൻ പറ്റാത്തത് ഊരിയെടുക്കുന്നു. അച്ഛാ, ഈ പാട്ട് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ്റെ തന്നെ സ്വരത്തിൽ, അച്ഛൻ്റെ നാവിൽ നിന്ന്. എനിക്കൊന്നത് പണ്ടേ ഒരു പാട്ടുകാരൻ ഒരു പാട്ട് പാടി, അപ്പോൾ എല്ലാവരും പറഞ്ഞ് വൺസ് അഗൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒടുവിൽ പിന്നെയും വൺസ് അഗൈൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ ഇനി എനിക്ക് പുതിയ പാട്ട് പാടണം, ഇതെന്നാ പരിപാടിയാണ്, ഈ ഗാനമേള ഇതും കൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് ഇത് പാടി ശരിയാക്കിയിട്ട് പാടി എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായി ഈ പാട്ട് ഞാൻ പാടിയിട്ട് തീരെ ഒക്കുന്നില്ല, ഇനിയെങ്കിലും ഒന്ന് പാടി ശരിയാക്കുന്നതാണ് ഈ പറയുന്നത്. അങ്ങനെയല്ല, അച്ഛൻ്റെ സ്വരത്തിൽ അത് കേൾക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം എന്തായാലും സത്യസന്ധമായിട്ട് പറയുന്നത് എനിക്കറിയാം. പിന്നെ എനിക്കും സൂപ്പറായിട്ട് അങ്ങനെ പാടുന്നുണ്ടെന്നൊരു ചിന്ത അഹങ്കാരം എനിക്കും ഇല്ല. അതുകൊണ്ട് തന്നെ പാടുന്നതിന് നാണക്കേടുമില്ല. പിന്നെ എനിക്കങ്ങനെ അച്ഛനോട് ചോദിക്കാൻ നേരത്ത് തീർച്ചയായിട്ടും നല്ലൊരു വിശ്വാസമുണ്ട്, ഷാലോം പ്രേക്ഷകർക്ക് ഇത് അച്ഛൻ്റെ സ്വരത്തിൽ കേൾക്കാൻ നിറയെ ഇഷ്ടമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ, സന്തോഷം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മാത്രമായിരിക്കട്ടെ. ഒരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിൻ്റെ ഭാഗമാം ശീലങ്ങളെ കഴുകിയെന്നെ പുതുപുത്തനാക്കി നിന്റെ അൾത്താരയിൽ എത്തിക്കണേ. പാടാം ആരാധന 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 ആരാധന, ആഹാ ആരാധന ആരാധന,
പാടാം ആരാധന ആരാധന. അടുത്ത ചരണം കൂടി പാടച്ച. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുമ്പിൽ, കാനായിൽ കനിവാർന്ന നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ആരാധന ആരാധന പാടാം ആരാധന ആരാധന. ആഹാ ആരാധന ആരാധന പാടാം ആരാധന ആരാധന. ആഹാ